പനയാൽ സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ നാളികേര സംസ്കരണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. വ്യാഴാഴ്ച വൈകിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകാലമായി പനയാൽ ഗ്രാമത്തിലെ ജനങ്ങളുടെ കാർഷിക സാമ്പത്തിക ഉന്നമനത്തിന് കരുത്തും കരുതലും നൽകി വരുന്ന പനയാൽ സർവീസ് സഹകരണ ബാങ്ക് ഇതേ വഴിയിൽ ഒരു ചുവടുകൂടി ഉറപ്പിച്ചുകൊണ്ടാണ് പുതുതായി നാളികേര സംസ്കരണ കേന്ദ്രം കൂടി ആരംഭിച്ചിരിക്കുന്നത്. പൊതുവിപണിയിലേതിനേക്കാൾ കൂടുതൽ വില നൽകി കർഷകരിൽ നിന്നും നാളികേരം സംഭരിച്ച് വെളിച്ചെണ്ണയാക്കി വിപണനം ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം. നാളികേര കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള മായം കലരാത്ത വെളിച്ചെണ്ണ ലഭ്യമാക്കുന്നതിനും ഇത് സഹായിക്കും. നബാർഡിന്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗപ്പെടുത്തി 2,15 ലക്ഷം രൂപ ചെലവിലാണ് സംരംഭം യാഥാർത്ഥ്യമാക്കിയത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാളികേര സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ സഹകരണ മേഖല ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങൾ എന്ന നിലയിൽ തന്നെ അവയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. മുറ്റത്തുമില്ല എന്ന ഒരു പദ്ധതി കുടുംബശ്രീക്കാർക്ക് വേണ്ടി സഹകരണ പ്രസ്ഥാനത്തിലൂടെ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ സഹകരണ ബാങ്കുകൾ തന്നെ മുറ്റത്തെ മുല്ലയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു അത്യാവശ്യം ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ഓടി ചെല്ലാൻ പറ്റുന്ന വലിയ സാങ്കേതികത്വമൊന്നുമില്ലാതെ വിവാഹമായാലും മരണമോ അങ്ങനെ അടിയന്തര സാഹചര്യങ്ങളിൽ പണം അത്യാവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ അതിസാധാരണക്കാരായ മനുഷ്യർക്ക് വലിയ സാങ്കേതിക കുരുക്കുകളൊന്നുമില്ലാതെ പെട്ടെന്ന് ഓടിച്ചെന്ന് ലോൺ എടുക്കാനും സാമ്പത്തിക സഹായം ലഭ്യമാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അവ ജനപ്രിയ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സഹകരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചടങ്ങിൽ മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി KV ഭാസ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയ സ്ഥാപനങ്ങൾക്കും കരാറുകാർക്കുമുള്ള ഉപഹാരം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ വിതരണം ചെയ്തു. മുൻ MLA K കുഞ്ഞിരാമൻ ഡ്രയറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും കേരള ബാങ്ക് CPC കാസർഗോഡ് DGM PV രഹന ലോഗോ പ്രകാശനവും നിർവഹിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, കാസർഗോഡ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ V ചന്ദ്രൻ, ഹോസ്തൃക സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ K രാജഗോപാലൻ, കാസർഗോഡ് നബാർഡ് AGM KB ദിവ്യ, ഉദുമയിലെ NKNM കോഓപ്പറേറ്റീവ് പ്രസ് പ്രസിഡന്റ് മധു മുതിയക്കാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V ഗീത, ഗ്രാമപഞ്ചായത്ത് അംഗം MP ജയശ്രീ, പള്ളിക്കര കൺസ്യൂമർ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ, പള്ളിക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K രവിവർമ്മൻ, പനയാൽ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് AM അബ്ദുള്ള, അമ്പങ്ങാട് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് K ശിവരാമ കയർത്തായ, സ്പെഷ്യൽ ഗ്രേഡ് കൺകറന്റ് ഓഡിറ്റർ NR ബിന്ദുമോൾ, കേരള ബാങ്ക് കാസർഗോഡ് CPC സീനിയർ മാനേജർ M പ്രവീൺകുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പനയാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P മണിമോഹൻ സ്വാഗതവും ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി VV സുകുമാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.